My dear students, Dr. James Taylor Ken രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും വീണ്ടും സ്വാഗതം. ഈ പരമ്പരയുടെ 312 എപ്പിസോഡിൽ ഓറം മെറ്റാലിക്ക എന്ന അധ്യായത്തിൻ്റെ 6ാമത്തെയും അവസാനത്തെയും ഭാഗമാണ് നമ്മൾ പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് ഹൃദയവുമായും കരളുമായും ഗ്രന്ഥികളുമായും ഗർഭപാത്രവുമായും ഗർഭചിത്രവുമായൊക്കെ ബന്ധപ്പെട്ട നിരവധി ലക്ഷണങ്ങളെക്കുറിച്ച് കെൻറ്റ് പറയുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ നേരത്തെ പലപ്പോഴും കണ്ടിട്ടുള്ള പോലെ, ഈ അധ്യായത്തിൽ തന്നെ മുൻപ് കണ്ട പോലെ, ഈ അവയവങ്ങൾ തമ്മിലുള്ള പാരസ്പര്യം, മനസ്സിൻ്റെ വിവിധ മണ്ഡലങ്ങളും ഈ അവയവങ്ങളുമായിട്ടുള്ള വളരെ സവിശേഷവും വ്യതിരിക്തവുമായ ബന്ധം, അതിനെക്കുറിച്ച് വളരെ വിശദമായ രീതിയിൽ കെൻറ്റ് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഈ ഭാഗത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അതാണ്. പഴകിയ രോഗാവസ്ഥകളിൽ, സങ്കീർണമായ രോഗാവസ്ഥകളിലൊക്കെ കൃത്യമായ രീതിയിൽ ഔഷധ നിർണയം നടത്തേണ്ടി വരുമ്പോൾ നമുക്ക് ഇത്തരം അറിവുകൾ വളരെ അനിവാര്യമായിട്ട് വരും. വിശേഷിച്ചും ലക്ഷണങ്ങളെ വിലയിരുത്തേണ്ടി വരുമ്പോൾ, ലക്ഷണങ്ങളെ ജഡ്ജ് ചെയ്യേണ്ടി വരുമ്പോൾ ഇത്തരം ഉൾക്കാഴ്ചകൾ വളരെ അനിവാര്യമായി തീരും. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കൂടുതൽ നമുക്ക് ശ്രദ്ധിക്കാം. Another marked feature of this medicine is its ability to harden, enlarge and inflame the liver, induration with the cardiac affections, enlargement of the heart and liver. ഹൃദയവും കരളും, ഈ രണ്ട് അവയവങ്ങൾ, ഇതിന് തമ്മിൽ രണ്ട് സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നു. കരള് കട്ടിയാകുന്നൊരവസ്ഥ, അതിനോടൊപ്പം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും ചേർന്ന് വരുന്നു. അതാണ് ഓറത്തിൻ്റെ ഒരു സാഹചര്യം. ഹൃദയവും കരളും രണ്ടിനും ഒരേ സമയം വീക്കം, വലുതാകുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അത് ഈ ഓറത്തിൻ്റെ ഒരു സവിശേഷ സ്വഭാവമാണ് ഇതിനെ കട്ടിയാക്കുക, കരളിനെ കട്ടിയാക്കുക എന്നുള്ളത്. വെൻ യു ടേക്ക് ഇൻ ടു കൺസിഡറേഷൻ ദ വീനസ് സിസ്റ്റം, the portal system and its close association with the heart in establishing the circulation of blood in the abdomen and the work that it does in the abdomen as a great receiving apparatus, you will not be surprised to find that heart and liver affections are associated with hopelessness and despair. അതാണ് നേരത്തെ പറഞ്ഞത്. അവയവങ്ങളും മനസ്സിൻ്റെ വ്യത്യസ്ത മണ്ഡലങ്ങളും, വില്ല്, ഇൻ്റലക്റ്റ്, മൈൻഡ്, ആ മണ്ഡലങ്ങളുമായിട്ടുള്ള വളരെ സൂക്ഷ്മമായ ബന്ധങ്ങളും, അങ്ങനെ സൂക്ഷ്മതകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് എൻ്റെത് വിശദീകരിക്കുന്നുണ്ട്. അപ്പം ഇവിടെ ആ ഒരു രക്തചംക്രമണ വ്യവസ്ഥ, ആ വ്യവസ്ഥയുടെ വീനസ് സിസ്റ്റം, പോർട്ടൽ സിസ്റ്റം, ഇതും ഹൃദയമായിട്ടുള്ള ബന്ധം, ഹൃദയമാണല്ലോ ഇതിൻ്റെ ഒരു പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ആ ബന്ധം പരിഗണിക്കുമ്പോൾ അടിവയറ്റിലേക്കുള്ള രക്തചംക്രമണം നിലനിർത്തുന്നതുമായി ഹൃദയത്തിനുള്ള ബന്ധം, എങ്ങോട്ടുള്ള രക്തചംക്രമണമായാലും ഹൃദയത്തിൻ്റെ ബന്ധമാണ് അവിടെ ഉള്ളത്. ആൻഡ് ദ വർക്ക് ദാറ്റ് ഡസ് ഇൻ ദ അബ്ഡമൻ ആസ് എ ഗ്രേറ്റ് റിസീവിങ് അപ്പാരറ്റസ്, ആഹാരത്തെ സ്വീകരിക്കുന്ന ഉപകരണം എന്ന നിലയിൽ ആ അടിവയറ്റിലെ അവയവങ്ങളുടെ അവസ്ഥയും അതിലേക്ക് രക്തം വേണ്ട രീതിയിൽ ദഹനത്തിന് വളരെ അനിവാര്യമായ രക്തം എത്തിക്കുന്നതിൽ ഹൃദയത്തിനുള്ള ബന്ധവും പങ്കും ഒക്കെ വിലയിരുത്തുമ്പോൾ ഹൃദയത്തിൻ്റെയും കരളിൻ്റെയും പ്രശ്നങ്ങൾ, അത് ഹോപ്പ്ലെസ്നെസ്, പ്രത്യാശയില്ലായ്മയും നിരാശയുമായും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. നോട്ടീസ് ഓൺ ദ അതർ ഹാൻഡ്, ഇതിൻ്റെ വിശദീകരണം പിന്നീട് വരുന്നുണ്ട്. നോട്ടീസ് ഓൺ ദ അതർ ഹാൻഡ്, നേരെ മറിച്ച്, സംതിങ് ദാറ്റ് വിൽ സെറ്റ് യു തിങ്കിങ് പെർഹാപ്സ് ഇൻ കേസസ് ഓഫ് തൈസിസ് നൺ ഓഫ് ദം ഈസ് ഹോപ്പ്ലെസ്. ഹൃദയവും കരളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഈ ഒരു പ്രത്യാശയില്ലായ്മ എന്നുള്ള മാനസികാവസ്ഥയുമായിട്ടുള്ള ബന്ധം. ഇനി ശ്വാസകോശത്തെ എടുക്കുകയാണ്. ശ്വാസകോശത്തിൻ്റെ പ്രശ്നം, ക്ഷയരോഗത്തിൻ്റെ അവസ്ഥയിൽ ബാധിച്ച ആർക്കും തന്നെ ഈ പ്രത്യാശയില്ലായ്മ എന്നുള്ളൊരു അവസ്ഥ ഇല്ല എന്നുള്ളൊരു നിരീക്ഷണമാണ് കെൻറ്റ് ഇവിടെ പറയുന്നത്.
ഇതിൽ ഞാനത് വായിച്ച സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്ന ചില പുസ്തകങ്ങളാണ്, ചില ജീവചരിത്രങ്ങളും ചില ജീവിതങ്ങളെ നിരീക്ഷിച്ചിട്ടുള്ള ചില സാഹിത്യകൃതികളും. ഇതിൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, അദ്ദേഹം ക്ഷയരോഗം ബാധിച്ച് മരിച്ച ആളാണ്. ഈ ചങ്ങമ്പുഴയുടെ അവസാന നാളുകളിൽ അദ്ദേഹത്തെ സന്ദർശിച്ച പ്രൊഫസർ എം കെ സാനു, അദ്ദേഹം കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹം മരിച്ചത്. എം കെ സാനു മാസ്റ്റർ എഴുതിയ ഒരു ലേഖനത്തിൽ അന്തിമഘട്ടമാണെന്ന് ആർക്കും മനസ്സിലാകും ചങ്ങമ്പുഴയുടെ. സാനു മാസ്റ്റർക്കും അത് മനസ്സിലായി. പക്ഷേ ചങ്ങമ്പുഴ പ്രത്യാശാഭരിതനായിരുന്നു. തൻ്റെ ഈ പ്രശ്നം മാറിയിട്ട് താൻ ഇനിയും വലിയ സാഹിത്യകൃതികൾ രചിക്കും, ഏതൊരു നോവൽ രചിക്കുന്നതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ചിന്തിച്ചു. അതേപോലെ ഏതൊരു ഇംഗ്ലീഷ് ക്ലാസിക്കൽ കവിത അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുന്ന കാര്യത്തിൽ ചങ്ങമ്പുഴ ഒരു വിവർത്തകൻ കൂടിയായിരുന്നു, വളരെ നല്ലൊരു വിവർത്തകൻ. അപ്പം അതിനെക്കുറിച്ചൊക്കെ പ്രത്യാശയോട് ചങ്ങമ്പുഴ സംസാരിച്ചതായിട്ട് സാനു മാസ്റ്റർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ചില കൃതികളൊക്കെ വെച്ചുകൊണ്ട് എനിക്ക് നേരിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. പക്ഷേ കെൻറ്റിൻ്റെ ഒരു നിരീക്ഷണം അങ്ങനെ സാധുവാണെന്ന് തോന്നുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ പഠനത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും അതിനെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ക്ഷയരോഗം വന്നവരിലാരും തന്നെ അവരൊരു പ്രത്യാശയില്ലായ്മ അവരിൽ താൻ കണ്ടിട്ടില്ല എന്ന് കെൻറ്റ് പറയുകയാണ്. ദേ തിങ്ക് ദേ ആർ ഗോയിങ് ടു ഗെറ്റ് വെൽ, തങ്ങൾ സുഖപ്പെടാൻ പോവുകയാണെന്ന് അവർ വിചാരിച്ചു. ദ ലങ്സ് ആർ ഓൾമോസ്റ്റ് ഗോൺ വിത്ത് ട്യൂബർക്കിൾസ്. ക്ഷയരോഗത്തിൻ്റെ ആ ഒരു അവസ്ഥ വന്ന് ഈ ശ്വാസകോശങ്ങൾ ഏതാണ്ട് പോയിരിക്കുകയാണ്. വാസ്തവത്തിൽ പ്രതീക്ഷിക്കാനൊന്നുമില്ല. ബട്ട് ഹി ന്യൂസ് ഇഫ് ഹി കുഡ് ഓൺലി ഗെറ്റ് അപ്പ് ദാറ്റ് ലിറ്റിൽ സംതിങ് ഔട്ട് ഓഫ് ദി ത്രോട്ട്. തൊണ്ടയിലൊരു കിരീരിപ്പുണ്ട്, ആ തൊണ്ടയിരിക്കുന്ന ഒരു സാധനം അങ്ങോട്ട് തുപ്പിക്കളഞ്ഞു കഴിഞ്ഞാൽ തന്നെ ശരിയാവും എന്നാണ് ആൾ ചിന്തിക്കുന്നത്. നോട്ടീസ് ദെൻ ദാറ്റ് പെക്യുലിയർ റിലേഷൻ ബിറ്റ്വീൻ ദ ലങ്സ് ആൻഡ് ദ അണ്ടർസ്റ്റാൻഡിങ്, ഇൻ്റലക്ട്, അണ്ടർസ്റ്റാൻഡിങ്, ബുദ്ധിയുടെ മണ്ഡലമായിട്ടുള്ള ബന്ധം. നമ്മൾ നേരത്തെ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഈ മാനസിക വിഭ്രാന്തിയും ക്ഷയരോഗവും മാറി മാറി വരുന്ന ഒരവസ്ഥ. അത് ഞാൻ വ്യക്തമായിട്ട് നിരീക്ഷിച്ചിട്ടുള്ളതാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. വ്യക്തമായിട്ട് അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അവസാനം ഒരു ക്ഷയത്തിൻ്റെ അറ്റാക്കിൽ ആൾ മരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ അവിടെ ഇൻ്റലക്റ്റ് ബാധിച്ചിരിക്കുകയാണ്, മതിഭ്രമം, ബുദ്ധിഭ്രമം ബാധിച്ചിരിക്കുകയാണ്. അതൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അണ്ടർസ്റ്റാൻഡിങ് ബാധിച്ചു. അപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്ങുമായിട്ടാണ് അവിടെ ബന്ധം വരുന്നത്. അവിടെ പിന്നെ പ്രത്യാശയില്ലായ്മ, ആ ഒരു വില്ലിൻ്റെ മണ്ഡലത്തിലേക്ക് അത് പോകുന്നില്ല. പ്രത്യാശ കൊണ്ട് ജീവനെ സ്നേഹിക്കുന്നു, വില്ല് ആ ഒരു പ്രാഥമികമായ തലത്തിൽ വില്ല് ഇൻടാക്റ്റാണ്. കാരണം ശ്വാസകോശവും വില്ലുമായിട്ട് ബന്ധമില്ല. അതുകൊണ്ടാണ് ആൾ പ്രത്യാശയോടുകൂടി ആളിരിക്കുന്നത്. ശ്വാസകോശം ബന്ധപ്പെടുന്നത് ഇൻ്റലക്റ്റുമായിട്ടാണ്, വിഭ്രാന്തികൾ വരാം. ആൻഡ് ബിറ്റ്വീൻ ദ ഹാർട്ട് ആൻഡ് ദ വിൽ, ഹൃദയവും വില്ലും. വിത്ത് വെരി ലിറ്റിൽ ട്രബിൾ ലൊക്കേറ്റഡ് ഇൻ ദ ഹാർട്ട് ദർ കംസ് ഹോപ്പ്ലെസ്നെസ്. അപ്പോൾ ഹൃദയത്തിലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രത്യാശയില്ലായ്മ വരും. ചെറിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മതി, പ്രത്യാശയില്ലായ്മ വരും. കാരണം വില്ലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. വില്ലാണ് പ്രത്യാശ, തന്നോട് തന്നെയുള്ള സ്നേഹം, ഇഷ്ടം, അത് വരുന്നത്. പ്രത്യാശ പോയി, ആള് മരിക്കണം, മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. ബട്ട് വെൻ ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിസീസ് ഈസ് ഇൻ ദ ലങ്സ് ദർ ഈസ് ഹോപ്പ്ഫുൾനെസ്. ശ്വാസകോശത്തിലാണ് രോഗാവസ്ഥ, അയാളുടെ ഡിറേഞ്ച്ഡ് വൈറ്റാലിറ്റിയുടെ പ്രശ്നങ്ങൾ ശ്വാസകോശത്തിലാണ് സെറ്റിൽ ചെയ്യുന്നതെങ്കിൽ അയാളിൽ ഹോപ്പ്ലെസ്നെസ് ഇല്ല. അയാളിൽ വരുന്നത് അയാളുടെ ഇൻ്റലക്റ്റിൻ്റെ വൈകല്യം, അണ്ടർസ്റ്റാൻഡിങ്ങിൽ വരുന്ന പ്രശ്നം, മതിഭ്രമം, ബുദ്ധിഭ്രമം. ഡ്രോപ്സിക്കൽ കണ്ടീഷൻസ് ഓഫ് ദ ആബ്ഡമൻ, അടിവയറുമായിട്ട് ബന്ധപ്പെട്ട് നീർക്കെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇഞ്ചീനൽ ഹെർണിയ, വയറിൽ വരുന്ന ഹെർണിയ. കൊട്ടേഷനാണ്, വീണ്ടും കൊട്ടേഷനാണ്. ടേപ്സ് മെൻസ്റ്റീരിക്ക, ആ ഒരു പഴയൊരു പ്രയോഗമാണ്. ഈ അടിവയറ്റിലെ ലിംഫ് ഗ്രന്ഥികളിൽ കല്ലിപ്പ് വരുന്നൊരവസ്ഥ. ഇപ്പോൾ ഇങ്ങനെ ഉപയോഗത്തിലുണ്ടോയെന്നറിയില്ല ആ പദം. ഓൾ ദ ഗ്ലാൻഡ്സ് ഓഫ് ദ ബോഡി ആർ ഇൻവോൾവ് മോർ ഓർ ലെസ്. ശരീരത്തിലെ എല്ലാ ഗ്രന്ഥികളും ഏറെയും കുറഞ്ഞും ഓറം മെറ്റാലിക്കത്താൽ ബാധിക്കപ്പെടുന്നുണ്ട്. ഓൾ സോർട്സ് ഓഫ് ഡിസ്റ്റർബൻസ് ഓഫ് ദ സെക്ഷൽ ഓർഗൻസ്, സെക്ഷുവാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥികളിലും ഈ പറയുന്ന ഓറം മെറ്റാലിക്കത്തിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് നമുക്ക് കാണാം. കൊട്ടേഷനാണ്. ടെസ്റ്റസ് ഇൻഡുറേറ്റഡ്, വൃഷണങ്ങൾ കല്ലിച്ചിരിക്കുന്നു.
വീണ്ടും കൊട്ടേഷൻ. ഫ്രീക്വന്റ് നൈറ്റ്ലി എമിഷൻസ്, രാത്രി ഇടയ്ക്കിടെ സ്ഖലനം വരുന്നു. കംപ്ലൈൻസ് ആസ് ദ റിസൾട്ട് ഓഫ് വൈസസ്, തെറ്റ് ചെയ്തതിൻ്റെ ലൈംഗികമായ കുത്തഴിഞ്ഞ ജീവിതത്തിൻ്റെതായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സിഫിലിറ്റിക് നേച്ചറുള്ളതെന്ന് നമുക്കറിയാമല്ലോ. ഹൈഡ്രോസീൽ, വൃഷണവീക്കം, അതും കൊട്ടേഷനാണ്. അൾസേഴ്സ് ഓൺ സ്ക്രോട്ടം ആഫ്റ്റർ ഗൊണേറിയ, ഗൊണേറിയയ്ക്ക് ശേഷം വൃഷണവുമായിട്ട് ബന്ധപ്പെട്ട ഭാഗങ്ങളിൽ വ്രണം വരുന്നു. ബേണിംഗ് ആൻഡ് സ്റ്റിങ്ങിങ് ഇൻ പെരിണിയം, പീനിസും ഏനസുമായിട്ട് ഇടയിലുള്ള ഭാഗത്ത് പൊള്ളൽ, കുത്തുന്ന പോലുള്ള വേദന. കോണ്ടിലോമാറ്റ അറൗണ്ട് ഏനസ്, മലദ്വാരത്തിന് ചുറ്റും അരിമ്പാറകൾ പോലെ വന്ന് നിറയുന്നു. ഇൻഡ്യൂറേഷൻ ഓഫ് യൂട്രസ്, ഗർഭാശയത്തിന് കല്ലിച്ചു പോകുന്നൊരവസ്ഥ. ഗർഭാശയം അതിൻ്റെ ഒരു ഇലാസ്റ്റിസിറ്റി അത് നഷ്ടപ്പെട്ടു പോകുന്നൊരവസ്ഥ. ഇതൊക്കെ കൊട്ടേഷനാണ് കേട്ടോ, മിക്കവാറും കൊട്ടേഷൻസാണ്. മെൻസസ് ടു ലേറ്റ് ആൻഡ് സ്കാൻഡി, ആർത്തവം വൈകി വരുന്നു, രക്തസ്രാവം വളരെ കുറവ്. യൂട്രസ് പ്രൊലാപ്സ്ഡ് ആൻഡ് ഇൻഡുറേറ്റഡ്, ഗർഭാശയം പുറത്തേക്ക് തള്ളി വരും, കല്ലിപ്പമുണ്ട്. യുക്കേറിയ തിക് വൈറ്റ്, കട്ട വെള്ള നിറത്തിലുള്ള വെള്ളപോക്ക്. കംപ്ലൈൻസ് ഇൻ ദ യൂട്രസ് ആൻഡ് റീജിയൻ ഓഫ് ദ പെൽവിസ് ഫ്രം സ്ട്രെയിനിങ് ആൻഡ് റീച്ചിങ് അപ് ടു ആംസ്, അബോർഷൻ ഫ്രം റീച്ചിങ് അപ് ടു ദ വിൻഡോസ് ആൻഡ് ഫിക്സിങ് എ കർട്ടൻ എക്സെട്ര. ഓറം മെറ്റാലിക്കത്തിൻ്റെ ഗർഭ അലസൽ എന്ന അവസ്ഥ വളരെ സങ്കടകരവും വളരെ വിചിത്രവുമാണ്. കൈയുടെ എക്സർഷൻ, കൈ മേലേക്ക് പൊക്കിയിട്ട് ജനാല വിരികളൊന്ന് ക്രമപ്പെടുത്താനോ തുണി വിരിക്കാനോ കൈകൾ ഉയർത്തുന്നു. അങ്ങനത്തെ ഒരു സ്ട്രെയിൻ കൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ശരീരത്തിൽ അടിവയറ്റിലെ പേശിയിലുണ്ടാകുന്ന വലിവ് കൊണ്ടുപോലും ഗർഭം അലസിപ്പോകുന്നൊരവസ്ഥ വരുന്നു. അത് ഗർഭപാത്രം വല്ലാതെ ഇൻവോൾവ് ആണെന്ന് അർത്ഥം. ഇടുപ്പിൻ്റെ ഭാഗത്ത് എല്ലാം അങ്ങനത്തെ പ്രശ്നമുണ്ട്. കൈയുടെ ആയാസമാണ് അവിടെ ഒരു വർധനവിന് കാരണമായി തീരുന്നത്. ഓറം ഈസ് എ മെഡിസിൻ that is suitable for induration of the uterus and ulceration of the uterus as a result of repeated abortions. ആവർത്തിച്ച് ഗർഭം അലസിപ്പോകുന്നൊരവസ്ഥ കൊണ്ടുണ്ടാകുന്ന ഗർഭപാത്രത്തിൻ്റെ കല്ലിക്കലും ഗർഭപാത്രത്തിൽ വ്രണം വരലും അവിടെ അൾസറേഷൻ വരലും ഒക്കെ വരുന്നൊരവസ്ഥയെ ഓറം മെറ്റാലിക്കും ഭംഗിയായിട്ട് കവർ ചെയ്യുന്നുണ്ട്. ജനറൽ കണ്ടീഷൻ യോജിക്കുകയാണെങ്കിൽ അതിനെ ഓറം മെറ്റാലിക്കും സുഖപ്പെടുത്തും. When you study the loss of affections that is involved in such a stage and the affections or lack of affections that are found in aurum, you can see a deep, well-grounded similitude in the symptoms, and that is the way to hunt for a remedy. Hunt for a remedy. ഒരു ഔഷധം, സങ്കീർണമായ രോഗാവസ്ഥയിൽ ഒരു ഔഷധം വെറുതെ ഞങ്ങൾ വെളിപ്പെട്ട് വരികയില്ല. അതിന് വേട്ടയാടണമെങ്കിൽ സ്കില്ല് വേണം, ആർജിച്ചെടുത്തൊരു സ്കില്ല് വേണം. അങ്ങനെ വളരെ ക്ലേശിച്ച് പരിശ്രമിച്ച് ഒരു ഔഷധം കണ്ടെത്താനുള്ള പരിശ്രമത്തിൽ നിങ്ങളെ സഹായിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ലോസ് ഓഫ് അഫക്ഷൻസ്, ഇഷ്ടങ്ങൾ പോകുന്ന അവസ്ഥ, വില്ലുമായിട്ട് ബന്ധപ്പെട്ട അവസ്ഥ. ഈ ഗർഭപാത്രമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യത്തിൽ അത് വില്ലിനെ ബാധിക്കുന്നു. അത് ഫൗണ്ട് ഇൻ ഓറം, അത് ഓറത്തിൽ അതുണ്ട്. യു ക്യാൻ see a well-grounded similitude in the symptoms. അവിടെ ആ ലക്ഷണങ്ങളിൽ, വില്ലുമായിട്ട് ബന്ധപ്പെട്ട ലക്ഷണങ്ങളിലും ഈ ഗർഭപാത്രത്തിൻ്റെ പ്രശ്നങ്ങളുമായിട്ടുള്ള ആ ഒരു സാധർമ്മ്യം നിങ്ങളെ ഈ ഔഷധം കണ്ടെത്തുന്നതിൽ നിങ്ങളെ സഹായിക്കും. ശേഷം ഓറം പോലുള്ള ഔഷധങ്ങളെ കണ്ടെത്തുന്നതിൽ അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ആ ഒരു വില്ലിൻ്റെ ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഇൻ്റലക്റ്റിൻ്റെ ഡിസ്റ്റർബൻസ്, അത് മനസ്സിലാക്കാൻ എന്താണ് വില്ലിൻ്റെ മാനിഫെസ്റ്റേഷൻ, എന്താണ് ഇൻ്റലക്റ്റിൻ്റെ മാനിഫെസ്റ്റേഷൻ, അത് ഇത്തരം ലെക്ചേഴ്സിലൂടെ കെൻഡ് പലയിടത്തും നമുക്ക് തരുന്നുണ്ട്. ഇതൊന്നും ഓറം മെറ്റാലിക്കത്തിലാണ് ഏറ്റവും ഭംഗിയായിട്ട് തരുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ടാണ് ആ കാർഡിയത്തിലൊക്കെ. ഇറ്റ് ഈസ് ഇൻ ദ സ്ഫിയർ ഓഫ് ദ ഫിസിഷ്യൻ ടു എക്സാമിൻ ഇൻ ടു ദ സ്റ്റേറ്റ് ഓഫ് മാൻകൈൻഡ് ഇൻ വിച്ച് ഹി ക്യാൻ ഡിസ്ട്രോയ് ഹിസ് ഓസ്പ്രിങ് ആൻഡ് ടു എക്സാമിൻ ഇൻ ടു ദ നേച്ചർ ഓഫ് റെമഡീസ് പ്രൊഡ്യൂസിങ് സച്ച് എ സ്റ്റേറ്റ്. കണ്ടോ, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. ഡിസ്ട്രോയ് ഹിസ് ഓസ്പ്രിങ്, മാനവരാശിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതിൻ്റെ സന്തതികളെ നശിപ്പിച്ചു കളയുന്നൊരവസ്ഥ. എന്താണ് ആ ഒരവസ്ഥ?
ഒരു ഫിസിഷ്യൻ പരിശോധിക്കേണ്ട ഒരു അവസ്ഥയാണ്. മാനവരാശിയിൽ തന്നെ ഉള്ളൊരവസ്ഥ, പ്രത്യുൽപാദന പ്രവണതയെ നശിപ്പിക്കുന്നൊരവസ്ഥ. അപ്പോൾ തന്നോട് തന്നെയുള്ള ഇഷ്ടം അത് പോകുന്നൊരവസ്ഥ, വില്ല് ആ തരത്തിൽ ഡിസ്റ്റർബ്ഡ് ആവുന്നൊരവസ്ഥ. അതുമായിട്ട് ബന്ധപ്പെട്ട് സ്വയം ഡിസ്ട്രക്ഷൻ കൊണ്ടും മാനവരാശിയുടെ മുന്നോട്ടുള്ള പോക്കിന് തടസ്സമാണത്. ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നു. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ പോലെ ഗർഭപാത്രത്തിനും ഈ വില്ലിനുമായിട്ട് ഉള്ള ബന്ധം. അപ്പം അങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗർഭം ആവർത്തിച്ച് അലസിപ്പോകുന്നൊരവസ്ഥ, ഗർഭപാത്രം കല്ലിച്ചു പോകുന്നൊരവസ്ഥ, ഗർഭപാത്രത്തിൽ വ്രണങ്ങൾ ഉണ്ടാകുന്നൊരവസ്ഥ. ഇതെല്ലാം ആത്മഹത്യയും ഗർഭപാത്രത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളും എല്ലാം മനുഷ്യൻ്റെ പ്രത്യുൽപാദനത്തെ, മാനവരാശിയുടെ മുന്നോട്ടുള്ള പോക്കിനെ തടസ്സപ്പെടുന്ന കാര്യങ്ങളാണ്. അത് പറയുന്നത് സ്റ്റേറ്റ് ഓഫ് മാൻകൈൻഡ്, മാനവരാശിയുടെ അവസ്ഥ, ഡിസ്ട്രോയ് ഹിസ് ഓഫ്സ്പ്രിങ്, അങ്ങനെ അതിൻ്റെ ഭാവി തലമുറകളെ നശിപ്പിച്ചു കളയുന്നൊരവസ്ഥ. അതിനെ മനസ്സിലാക്കേണ്ടത്, ആ ഒരു സാഹചര്യത്തെ മനസ്സിലാക്കേണ്ടത് ഫിസിഷ്യൻ്റെ, അതായത് ഹോമിയോപ്പതിക് ഫിസിഷ്യൻ്റെ കടമയാണ്. മറ്റാരത് മനസ്സിലാക്കും? മറ്റേത് സിസ്റ്റത്തിലുള്ളവർക്ക് ഈ ഒരു തരത്തിൽ അതിനെ നോക്കിക്കാണാൻ സാധിക്കും? ഗർഭപാത്രത്തിന് കല്ലിക്കൽ അല്ലെങ്കിൽ വ്രണമെന്ന് പറഞ്ഞാൽ അതിനതിൻ്റെതായ ഔഷധ മരുന്നുകൾ കൊടുക്കുന്നു, മാറുന്നു, മറ്റു പ്രശ്നം ഉണ്ടാകുന്നു. പക്ഷേ അതിന് ഈ വില്ലുമായിട്ടുള്ള ബന്ധം, ഈ വില്ലിനെ കറപ്റ്റായി കഴിയുമ്പോൾ മാനവരാശിയുടെ മുന്നോട്ടുള്ള പോക്കിന് അതിന് ഡിസ്ട്രക്റ്റീവായിട്ട് അത് പരിണമിക്കുന്നൊരവസ്ഥ, സ്വയം നശിക്കൽ, ആത്മഹത്യ, പ്രത്യുൽപാദനത്തിലുള്ള പ്രധാന അവയവമായ ഗർഭപാത്രത്തിന് അതിൻ്റെ ധർമ്മം നിർവഹിക്കാനൊരവസ്ഥ. അപ്പം അതിനെയൊക്കെ മനസ്സിലാക്കിയിട്ട് അത് മാനവരാശിക്ക് തന്നെ, അതിൻ്റെ തലമുറകൾക്ക് തന്നെ ഒരു ഭീഷണിയാവുന്നൊരവസ്ഥയെ മനസ്സിലാക്കേണ്ടത് ഒരു ഫിസിഷ്യൻ്റെ ഒരു ധർമ്മമാണ്. അയാളാണത് പരിശോധിക്കേണ്ടത്, അയാളുടെ ഒരു മണ്ഡലമാണത്. അപ്പം അത്തരത്തിലുള്ള ഉൾക്കാഴ്ച ഉണ്ടാകണം. വെറുതെ എന്തെങ്കിലും മരുന്ന് കൊടുത്ത് സുഖപ്പെടുത്തുക, ഒരു കരിയർ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനപ്പുറം ഒരു ഹോമിയോപ്പാത്തിൻ്റെ വലിയ കടമകളിലേക്ക്, അയാളുടെ ധർമ്മങ്ങളിലേക്ക്, അയാൾക്കുണ്ടാകേണ്ട പ്രൊഫൗണ്ട് ആയിട്ടുള്ള ധാരണകളിലേക്ക്, അയാളുടെ ധർമ്മങ്ങളിലേക്കൊക്കെ കെൻഡി ഇവിടെ വെളിച്ചം വീശുകയാണ്. We see in Aurum this entire perversion of all the loves of mankind. ഉണ്ടോ? എല്ലാത്തരം സ്നേഹങ്ങളും നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. ആ സ്നേഹം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അയാൾ ചിന്തിക്കും, എന്തിന് ജീവിതം, എന്താണ് ജീവിതത്തിൻ്റെ അർത്ഥം, എന്തിന് സന്തതികളുണ്ടാകണം, എന്തിന് ഈ മാനവരാശി നിലനിൽക്കണം, ഈ മാനവരാശിനെ നശിച്ചു പോയാൽ എന്ത്? ഇത്തരം ഡിസ്ട്രക്റ്റീവ് പ്രവണതകളുള്ള മനുഷ്യർ, യുദ്ധങ്ങൾ ഈ ഒരു സമയത്ത് പല സ്ഥലത്തും യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു നശീകരണ വാസന ഒരുതരം സിഫിലിറ്റിക് നേച്ചറാണത്. സിഫിലിറ്റിക് നേച്ചറാണ് നശീകരണ വാസന. അപ്പോൾ അതൊക്കെ യുദ്ധങ്ങളുടെയും ഈ മാനവരാശിയുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന, ഒരു മനുഷ്യൻ്റെ ആത്മഹത്യയും ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൻ്റെ കഴിവ് നഷ്ടപ്പെട്ടു പോകലും മുതൽ വ്യാപകമായ യുദ്ധങ്ങൾ വരെ, ഇതിനൊക്കെ അന്തർധാരയായിട്ട് നിൽക്കുന്നത് ഈ ഒരു വില്ലിൻ്റെ മണ്ഡലത്തിൽ വരുന്ന പ്രശ്നമാണ്. ആ വില്ല് കറപ്റ്റാകുന്നു, ഡിസ്ട്രക്റ്റീവ് നേച്ചർ വരുന്നു, മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയായിത്തീരുന്നു. അതിന് പിന്നിലുള്ള ആ ഹനുമാൻ ലോകത്തെ പഠിപ്പിച്ച 3 മഹാവ്യാധികളിലൊന്ന് സിഫിലിറ്റിക് മയാസം. അതിനെതിരെയുള്ള ശക്തമായ ഔഷധങ്ങൾ നമ്മൾ പലതും കണ്ടിട്ടുണ്ട്. നോസോഡുകൾ, ഔഷധങ്ങൾ, ഓറം മെറ്റാലിക്കം ഗംഭീരമാണ്. വില്ലിനെ ബാധിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ ഓറം മെറ്റാലിക്കം ആ സ്വർണത്തിൻ്റെ തിളക്കം പോലെ തിളങ്ങുന്നൊരു ഔഷധമാണിത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കേണ്ടത് ഒരു ഹോമിയോപ്പാത്തിൻ്റെ പ്രവർത്തന മണ്ഡലം അല്ലെങ്കിൽ ചിന്താമണ്ഡലത്തിൽ വരേണ്ട കാര്യങ്ങളാണ്. അത് വരണം. അത് വന്നാലേ ഒരു ഹോമിയോപ്പാത്തിന് സാമുൽ ഹനുമാൻ തുടക്കത്തിലേ പറയുന്ന ആ ഒരു ഹയർ പർപ്പസ് ഓഫ് ലൈഫ്, ഉന്നതമായ ഒരു ധർമ്മം, ജീവൻ്റെ ധർമ്മം അനുഷ്ഠിക്കുന്നതിലേക്ക്, മാനവരാശിയെ നയിക്കുന്നതിലേക്ക് ഒരു ഹോമിയോപ്പാത്തിൻ്റെ ഉയർന്ന ധർമ്മങ്ങൾ അയാൾക്ക് അനുഷ്ഠിക്കാൻ സാധിക്കുകയുള്ളൂ. അത്ര മനോഹരമാണ് ഈ പുസ്തകം, ഈ ലെക്ചേഴ്സ് നിങ്ങൾ നോക്കുക. The symptoms of asthma and of difficult breathing you would naturally expect to be associated with the cardiac affections. അപ്പോൾ ആസ്മയിലും ശ്വസിക്കാനുള്ള പ്രയാസവും ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്ന്
നിങ്ങൾക്ക് മനസ്സിലാകും. നോട്ടീസ് ദിസ് ഓൾസോ ദാറ്റ് ദ ഡിഫിക്കൽട്ട് ബ്രീതിങ് ഈസ് ഓഫ് ടു കൈൻഡ്സ്. അപ്പോൾ ഈ ശ്വസിക്കാനുള്ള പ്രയാസം രണ്ട് തരത്തിലുണ്ട്, ആസ്മ രണ്ട് തരത്തിൽ. സച്ച് ബ്രീതിങ് ആസ് ഇൻവോൾവിങ് ദ ലങ്, ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആസ്മ. സച്ച് ആസ് ബ്രീതിങ് ആസ് ഇൻവോൾവ്സ് ദ ഹാർട്ട്, ഹൃദയമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആസ്മ. രണ്ട് തരത്തിലുണ്ട്. അതിൽ ഹൃദയമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതിന് ഓറം അതിൽ ഇൻവോൾവ് ആണ്. സോ ഇറ്റ് ഈസ് വി ഹാവ് ആൻ ആസ്മാറ്റിക് കണ്ടീഷൻ ഓഫ് ഡിസ്നിയ ദറ്റ് ഇസ് കാർഡിയാക് ഇൻ ക്യാരക്ടർ. ഡിസ്നിയ, ചെറിയ ശ്വാസം ശരിക്കും വലിക്കാൻ പറ്റാത്തൊരവസ്ഥ, അത് ഹൃദയ സംബന്ധമായ സ്വഭാവമുള്ള ഒന്നാണ്. ആൻഡ് ഡിസ്നിയ ദറ്റ് ഈസ് പ്യൂർലി റെസ്പിറേറ്ററി. ഇനി ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട, ശ്വസനമായിട്ട് മാത്രം ബന്ധപ്പെട്ട ശ്വാസം മുട്ടൽ, അങ്ങനെ രണ്ട് തരത്തിൽ. ദീസ് ആർ എൻറ്റയർലി ഡിസ്റ്റിങ്ക്ട് ഇൻ ക്യാരക്ടർ. രണ്ടും പരിപൂർണമായി വ്യത്യസ്തമാണ്. വൺ ബിലോങ് ടു സച്ച് റെമഡീസ് ആസ് ഹാവ് എ പ്രൊഡോമിനൻസ് ഓഫ് ആക്ഷൻ ഓൺ ദ അഫക്ഷൻസ്. അപ്പോൾ ഹൃദയമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യം അവിടെ അഫക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓറമൊക്കെ അവിടെ വരും കാർഡിയാക് ആസ്മയിൽ. ഈ ശ്വാസകോശമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതിൽ അഫക്ഷൻസ് വരുന്നില്ല, അവിടെ വില്ല് വരുന്നില്ല, അവിടെ ഇൻ്റലക്റ്റാണ് വരുന്നത്. വൺ വിൽ ഇൻവോൾവ് ദ ലങ് ആൻഡ് ഫൈനലി ബ്രിങ് ഓൺ എംഫിസീമ, ശ്വാസകോശത്തെ നാശത്തിലേക്ക് നയിക്കുന്നൊരവസ്ഥ വരുന്നു. ആൻഡ് ദ അതർ വൺ ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഇൻ ഇറ്റ്സ് ക്യാരക്ടർ വിത്ത് ഇറഗുലർ ഹാർട്ട് ആക്ഷൻ. മറ്റേ കാർഡിയാക് പ്രശ്നമാണെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ക്രമരാഹിത്യം വരികയാണ് ചെയ്യുന്നത്, അവിടെ വില്ലാണ് ഇൻവോൾവ് ആവുന്നത്. ആൻഡ് ഓൺലി സെക്കൻഡറിലി അസോസിയേറ്റ് വിത്ത് ആംഫിസീമ, അവിടെ രണ്ടാം ഘട്ടത്തിൽ മാത്രമേ ഈ പറയുന്ന ശ്വാസകോശത്തിൻ്റെ ഒരു മാരകമായൊരവസ്ഥ വരികയുള്ളൂ. സ്റ്റഡി യുവർ പത്തോളജി വിത്ത് ദീസ് തിങ്സ് ഇൻ മൈൻഡ്. ഇതൊക്കെ മനസ്സിലാക്കിച്ചുകൊണ്ട് വേണം പത്തോളജി പഠിക്കാൻ. പത്തോളജി പഠിക്കാൻ ഇത്തരം കാര്യങ്ങളാണ് മനസ്സിൽ വേണ്ടത്. ആൻഡ് യു വിൽ ബി ഏബിൾ ടു പെർസീവ് ദ നേച്ചർ ഓഫ് സിക്നെസ് ആൻഡ് ഇറ്റ്സ് റിസൾട്ട്സ്. അങ്ങനെ വരുമ്പോൾ രോഗാവസ്ഥകളും അതിൻ്റെ ഫലങ്ങളും നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ ഒരു സാമ്പ്രദായികമായൊരു പത്തോളജി, സാമ്പ്രദായ ഫിസിയോളജി വെച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ ഔഷധങ്ങളെ, നമ്മളുടെ രോഗാവസ്ഥകളെ ശരിയായ രീതിയിൽ ഗ്രഹിച്ച് ഒരു ശരിയായ രോഗശാന്തി കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അത് വളരെ വ്യക്തമായ കാര്യമാണ്. എൻ്റെത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, വളരെ 100% ശരിയായ കാര്യമാണ്. ദീസ് തിങ്സ് ആർ നോട്ട് മിയർലി ഒബ്സർവേഷൻ. ഇത് വെറും നിരീക്ഷണങ്ങളല്ല, വെറുതെ നിരീക്ഷിച്ച് പറയുന്ന കാര്യങ്ങളല്ല, അല്ലെങ്കിൽ വിംസ് ആൻഡ് തിയറീസ്, വെറുതെ തോന്നലുകളോ വെറുതെ സിദ്ധാന്തങ്ങളോ മാത്രമല്ല. ബട്ട് ആർ ദ ഔട്ട്കം ഓഫ് സ്റ്റഡിയിങ് തിങ്സ് ഫ്രം ഇന്റേണൽ ടു എക്സ്റ്റേണൽ. കാര്യങ്ങളെ അകമേ നിന്നും പുറമേക്ക്, ഹോമിയോപ്പതിയുടെ അടിസ്ഥാന തത്വം അകമേ നിന്നും പുറമേക്ക്. വില്ല് ഒരു മനുഷ്യൻ്റെ ഏറ്റവും ആന്തരികമായ കാര്യം, അതിൻ്റെ പുറമേ. ഹൃദയം വാസ്തവത്തിൽ അതിന് പുറമാണ്, മനുഷ്യൻ്റെ അന്തരംഗത്തിനും പുറത്താണ് ഹൃദയം നിൽക്കുന്നത്. ഇനി ഇൻ്റലക്റ്റ്, അത് വളരെ കോറായിട്ടുള്ളൊരു കാര്യമാണ്. അത് എവിടെ ഇരിക്കുന്നു പറയാൻ പറ്റില്ല, അതിൻ്റെ അന്തരംഗത്തിലാണ്. അതും ശ്വാസകോശമായിട്ട് ബന്ധപ്പെടുന്ന അവസ്ഥ. അപ്പോൾ ആ ഒരു അകമേ നിന്നും പുറമേക്കെന്നുള്ള ആ ഒരു ലക്ഷണങ്ങളുടെ ചലനം, അതിൻ്റെ ഒരു സഞ്ചാരം, അതിനെക്കുറിച്ചുള്ള നല്ലൊരു ധാരണ വേണം. അതാണ് കാര്യം. അല്ലാതെ ഇത് വെറുതെ ഒരു നിരീക്ഷിച്ച് എന്തെങ്കിലും പറയുന്നതോ തോന്നലോ വെറുതെ അസംബന്ധ സിദ്ധാന്തങ്ങളോ അല്ല. ഇൻ ദിസ് റെമഡി ദ പെയിൻസ് വാണ്ടർ ഫ്രം ജോയിൻറ്റ് ടു ജോയിൻറ്റ് ആൻഡ് ഫൈനലി ലൊക്കേറ്റ് ഇൻ ദ ഹാർട്ട്. വാദസംബന്ധമായിട്ട് നമ്മൾ പറയുന്ന പ്രശ്നം, പല പല സന്ധികളിൽ ഈ സന്ധിയിൽ വേദന, മറ്റേ സന്ധിയിൽ വേദന, അവസാനം പോയി ഹൃദയത്തിൽ പോയി കിടന്ന് അടിയും. ആൻജൈന പെക്ടോറിസ് ഓഫൺ ദ എൻഡിങ് ഓഫ് ആൻ ഓൾഡ് റൊമാറ്റിസം ദാറ്റ് വാസ് വാണ്ടേഡ് ഫ്രം ജോയിൻറ്റ് ടു ജോയിൻറ്റ്. ഒരു സന്ധിയിൽ നിന്ന് മറ്റൊരു സന്ധിയിലേക്ക് മാറിക്കളിച്ചിരുന്ന ആ ഒരു വാദത്തിൻ്റെ പ്രശ്നങ്ങൾ അവസാനം പോയി ഹൃദയത്തിൽ പോയി വീഴുന്നു. അപ്പോൾ ഹൃദയത്തിൽ രക്തയോട്ടം കുറഞ്ഞ് ഹൃദയം മാരകാവസ്ഥയിലേക്ക് പോയി ഹൃദയത്തിൽ വല്ലാതെ വേദന വരുന്നൊരവസ്ഥ വരുന്നു. ഡിഫിക്കൽട്ട് ബ്രീത്തിങ്, അതുകൊണ്ട് ബന്ധപ്പെട്ട് ശ്വാസം കഴിക്കാനും പ്രയാസമുണ്ടാകും, കാരണം വേണ്ടത്ര പ്രാണവായു കിട്ടുന്നില്ല. പാൽപിറ്റേഷൻ വിത്ത് ഗ്രേറ്റ് അഗണി, നെഞ്ചിടിപ്പും വല്ലാത്ത ഒരു പ്രയാസം, വല്ലാത്ത വേദന, മാനസിക വേദന. എക്സ്ട്രീം ഒപ്രഷൻ ഇൻ ദ റീജിയൻ ഓഫ് ദ ഹാർട്ട് ഓൺ വാക്കിംഗ് ഫാസ്റ്റ് ആൻഡ് ഗോയിങ് അപ്സ്റ്റേഴ്സ് വിത്ത് എഡീമ ഓഫ് ദ ലോവർ ലിംസ്. അപ്പോൾ ലോവർ ലിംസ്, കാലുകളിൽ നീർക്കെട്ടുണ്ട്. ആ അവസ്ഥയിൽ വേഗത്തിൽ നടക്കുകയോ പടികൾ കയറുകയോ ചെയ്യാൻ നേരത്ത്
നെഞ്ചിൻ്റെ ഭാഗത്ത് വല്ലാതെ വിങ്ങി നിറഞ്ഞിരിക്കുന്നൊരവസ്ഥ. ഇതാണ് ആ ഒരു ഓറം മെറ്റാലിക്കം എന്നുള്ള മഹത്തായ ഔഷധം. അതിനേക്കാൾ മഹത്തരമായ അറിവുകൾ അവയവങ്ങളും മനുഷ്യൻ്റെ മനസ്സിൻ്റെ മണ്ഡലങ്ങളുമായി ഉള്ള സൂക്ഷ്മമായുള്ള ബന്ധം. വാസ്തവത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യം, എൻ്റെ ലെസർ റൈറ്റിങ്സിലൊരു ലേഖനം കറസ്പോണ്ടൻസ് ഓഫ് ഓർഗൻസ് ആൻഡ് ഡയറക്ഷൻ ഓഫ് എ ക്യൂർ, അത് ഈ ഒരു പുസ്തകത്തിന് ശേഷം ഞാനത് ഇതേപോലൊരു യൂട്യൂബ് ലെക്ചറായിട്ട് ഇടാമെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ ഈ ഓറം മെറ്റാലിക്കത്തിൽ ഇത്രയ്ക്കിത് പറയുമ്പോൾ അതുകൂടി ചേർത്ത് വായിച്ചില്ലെങ്കിൽ അതൊരു സുഖമാവില്ല എന്ന് കരുതുന്നു. അതുകൊണ്ട് ഈ എപ്പിസോഡ് അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ ഒരു പുസ്തകത്തിൽ ഞാനത് വിവർത്തനം ചെയ്ത് ചേർത്തിട്ടുണ്ട്, അത് മലയാളത്തിൽ ചേർത്തിട്ടുണ്ട്. അത് ഈ ഓറം മെറ്റാലിക്കം, അനാകാർഡിയം തുടങ്ങിയ ഔഷധങ്ങളെക്കുറിച്ചുള്ള അറിവിനോട് അതുകൂടി ചേർത്ത് വായിച്ചാൽ നിങ്ങൾക്ക് കുറേ കൂടി ഉൾക്കാഴ്ചകൾ ലഭിക്കും, കുറേ കൂടി വ്യക്തമായിട്ട് ഈ ഒരു ഔഷധങ്ങളെയും ഹോമിയോപ്പതിയുടെ തത്വങ്ങളെയും മനസ്സിലാക്കാൻ സാധിക്കും. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.